എല്ലാരും സ്നേഹത്തോടെ ചുരുക്കി വിളിക്കും VKP. യെസ്, VK പ്രകാശ് സർ. റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ് ത്രീ കിങ്സ്. ആദ്യം ഒരു കാര്യം ശാന്തമായി പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അതിന്റെ കുറെ ബൈറ്റ്സ് ഉണ്ട്. ഈ ആക്സിഡന്റ്, നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡന്റിന്റെ സീൻ, ലൂട്ടാപ്പി സീൻ ഉണ്ട്. അതുപോലെ പിന്നെ മറ്റേ പേരിന്റെ സീൻ, അത് ഭയങ്കര വൈറലായിരുന്നു. നാഗശേഖര റെഡ്ഡി, ചിരഞ്ജീവി, നാഗാർജുന, അട്ടപ്പട്ട്, ജയവർദ്ധന, ശിവരാമകൃഷ്ണ, ലക്ഷ്മണ, തൊട്ടപ്പേട്ട, ശ്രീനിവാസ, അല്ലരി, നാഗേന്ദ്ര, വിജയവാഡ. പീപ്പിൾ ആർ തിങ്കിങ് ഡിഫറെന്റ്. ഇപ്പൊ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞ സിനിമ അതൊരു വേറൊരു ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻ. അതിൽ നമ്മൾ വൃത്തിയോടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇന്റർപ്രിട്ടേഷൻ ആണ്. അതൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അങ്ങനെ വരുന്ന സാധനങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത്. ആമീൻ നല്ലൊരു അടിപൊളി, ഞാൻ കണ്ടതിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ഓടിയല്ലോ, എനിക്ക് തോന്നുന്നു തിയേറ്ററിനേക്കാളും നമ്മള് ഓടി. ഇപ്പം റീസെന്റ് ഇറങ്ങിയ ഒരു മൂവിയാണ് നമ്മളെ പാലും പഴവും എന്ന് പറയുന്നത്. അതും ഒരാളും ചിന്തിക്കാത്ത ഒരു ലെവല്, എന്താ പറയാ, അനിയന്റെ പ്രായമുള്ള ധീര ജാസ്മിനെ നമ്മൾ പിന്നെ മലയാള സിനിമയിൽ കണ്ട ഒരു മൂവിയാണ് അത്. വയസ്സ് 10-31 ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. പറയാനേറെ ഉള്ളപ്പോൾ അറിയാനേറെ ഇമ്പം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിൽ ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടനവധി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച ഒരു പ്രശസ്ത ഡയറക്ടറാണ്, കൂടാതെ ഒരു ആക്ടറാണ്. എല്ലാരും സ്നേഹത്തോടെ ചുരുക്കി വിളിക്കും VKP. യെസ്, VK പ്രകാശ് സർ. രാവിലെ തന്നെ ബുദ്ധിമുട്ടിച്ചോ? രാവിലെ എണീക്കുന്ന ഒരാളാ, ഏർലി മോർണിംഗ് പേഴ്സൺ. അതുകൊണ്ട് തന്നെ മൂവീസ് ഒക്കെ ഡയറക്ട് ചെയ്യുമ്പോ മോർണിംഗ് ഷൂട്ട്സ് ആണ് കംഫർട്ടബിൾ ആണോ? ഓക്കെ, മോർണിംഗ് ഷൂട്ട്സ് ആണ് കൂടുതലും. സാറിന്റെ മൂവീസിന് ഒരു എല്ലാത്തിനും ഒരു ഡിഫറെന്റ് ജോണേഴ്സ് ആണ് അല്ലെ? എല്ലാം നമുക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന മൂവീസ് അല്ല. എല്ലാം ഓരോ കഥകളും ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പൊ ഈ കഥകൾ സാറിന്റെ അടുത്തേക്ക് വരുമ്പോ, ഇപ്പൊ സാധാരണ ഡയറക്ടേഴ്സ് ചെയ്യുന്ന മൂവികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നില്ലെങ്കിൽ ഫീൽ ഗുഡ് ആ ഒരു ജോണർ കീപ്പ് ചെയ്യും. പക്ഷെ സാറിന്റെ എല്ലാ മൂവി ഇറങ്ങുമ്പോൾ ഇതിന്റെ ജോണർ എന്താണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി പ്രേക്ഷകർക്ക് ഉണ്ട്. അതുപോലെ സ്ക്രിപ്റ്റ് വരുമ്പോ സാറിനും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടോ? ലൈക്ക് ഞാൻ ഇനി അടുത്ത ഡയറക്ട് ചെയ്യാൻ പോകുന്ന മൂവിയുടെ സ്ക്രിപ്റ്റ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കണം, അത് മനഃപൂർവ്വം കീപ്പ് ചെയ്യുന്ന ഒരു സാധനമാണോ? അല്ലല്ല, ഞാനൊരു ഗട്ട് ഫീൽ ചെയ്യുന്നതാണത്. അപ്പൊ നമ്മള് ചെറുപ്പത്തില് വളരുമ്പോഴേ നമ്മള് ഈ സിനിമയിൽ ഭ്രാന്തകനാവുന്നു, നമ്മൾ കണ്ടു ശീലിച്ച സിനിമകൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സിനിമകൾ. അപ്പൊ നമുക്ക് എല്ലാ ജോണറും കാണാൻ പറ്റുമായിരുന്നു ഞങ്ങളുടെ സമയത്ത്. ഒരു CID നസീർ ഉണ്ടാവും, ഒരു കൊടിയേറ്റം ഉണ്ടാവും, ഒരു ചിദംബരം ഉണ്ടാവും. അപ്പൊ എല്ലാ ജോണറായിട്ടുള്ള ആൾക്കാരും, AB രാജ് സർ, ശശികുമാർ, അങ്ങനെ കണ്ടമാനം വേരിയേഷൻസ് സിനിമകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ ആക്ഷനുണ്ട്, അതിൽ കോമഡി, നമ്മൾ ആസ്വദിച്ചിട്ടുള്ള കോമഡികളുണ്ട്, നമ്മൾ ആസ്വദിച്ചിട്ടുള്ള ത്രില്ലറുകളുണ്ട്, ഹൊററുണ്ട്. അപ്പൊ ഇതൊക്കെ വരും. അതുപോലെ നോവൽസ് സിനിമയാക്കിയതുണ്ട്, നാടകങ്ങൾ സിനിമയാക്കിയിട്ടുള്ളതുണ്ട്. അപ്പൊ അന്ന് ഞങ്ങളുടെ ജോണർ കുറെ കൂടെ പരന്നു കിടക്കുന്ന ജോണറായിരുന്നു. അപ്പൊ നമ്മൾ അന്ന് എൻജോയ് ചെയ്ത ജോണേഴ്സില്ലേ. ഇപ്പൊ ഞാൻ കോമഡി സിനിമ ഒക്കെ കാണുമ്പോൾ ഞാൻ നന്നായിട്ട് ചിരിച്ചു കാണും. ത്രില്ലർ കാണുമ്പോൾ ആ ത്രില്ലറിന് ക്യൂരിയോസിറ്റിയിൽ ഇരിക്കും. ബേസിക്കലി ആ സിനിമയോടുള്ള താല്പര്യമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ കഥ കേൾക്കുമ്പോൾ എനിക്ക് എൻജോയ് ചെയ്ത് ഞാൻ ചിരിച്ചു മറിഞ്ഞാൽ ഞാൻ ആ സിനിമ ചെയ്യും. പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് സ്കൂൾ ഓഫ് ഡ്രാമ ആയത് കാരണം കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സിനിമകളോ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ എന്റെ ഫസ്റ്റ് പടം തന്നെ പുനരധിവാസം എന്ന് പറഞ്ഞിട്ട് സെൻസിറ്റീവ് സിനിമയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ അത് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ മോസ്റ്റ്ലി ചെയ്യാറുള്ളത് ഞാൻ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. കാരണം ഐ ഡോണ്ട് വോണ്ട് ടു വേസ്റ്റ് മണി ഓഫ് അതേഴ്സ്. ബിക്കോസ് അങ്ങനത്തെ ജോണർ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കും ഞാൻ. അങ്ങനെയാണ് കർമ്മയോഗി, അങ്ങനെ കുറെ ഷേക്സ്പിയറുടെ ഹാംലെറ്റ് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, കുളൂറിന്റെ നാടകങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാഹിത്യത്തിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പടങ്ങൾ. അപ്പൊ അങ്ങനെ ഓരോ ജോണർ നമ്മൾ കണ്ടപ്പോൾ ഞങ്ങൾ വളർന്ന സമയത്ത് ഒരു കുറ്റവും ശിക്ഷ എന്നൊക്കെ പറഞ്ഞ് IV ശശി സാർ കോമഡി ചെയ്തിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയറിങ്. എന്ന് വെച്ചാൽ തമാശ, ഭയങ്കര തമാശ.
അപ്പൊ അങ്ങനെയുള്ള ഒരു ജോണറിനാണ് ത്രീ കിങ്സ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഗുൽമാൽ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ മറ്റേ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ കെ ജി ജോർജ് സാറിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടാണ് നമുക്ക് മറ്റുള്ള സിനിമകൾ ഉണ്ടാവുന്നത്. അതായത് പുനരധിവാസോ, കർമ്മയോഗിയോ, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ, ഒക്കെ അങ്ങനെ ഉണ്ടാവുന്നത്. അങ്ങനെ ഓരോ ജോണർ നമ്മൾ എൻജോയ് ചെയ്യുന്ന ജോണർ ചെയ്യാന്നുള്ളതാണ്. ഇൻസ്പയർഡ് ആയിട്ടുള്ള ജോണേഴ്സ്, നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ജോണേഴ്സ്. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ ആ നമ്മളൊരു സ്ട്രോങ് ആയിട്ട് സാറിന്റെ പല മൂവീസിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈൻ ആണ് പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു പല ഡയറക്ടേഴ്സും ചെയ്യാൻ മടിക്കുന്ന ഒന്നാണ്. ഒന്നില്ലെങ്കിൽ ഇത് ഫീൽ ഗുഡിൽ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അതിനൊരു പോസിറ്റീവ് വശത്തിൽ അതിനെ എൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ എൻഡ് ചെയ്യാം. പക്ഷെ സാറിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അറ്റ് ദ എൻഡ് ഓഫ് മൂവി നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡ്യൂസേഴ്സിന് റിസ്ക് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണേന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും ഈ സെൻസിറ്റീവ് ടോപ്പിക്സ് മൂവീസ് ആക്കാൻ അത്ര റിസ്ക് ഉണ്ടോ? നല്ല റിസ്ക് അല്ലേ? കാരണം യു വോണ്ട് ഗെറ്റ് എനി റിക്കവറി. അങ്ങനത്തെ സിനിമകൾ ആൾക്കാർ കാണൂല. ഇപ്പൊ ഞങ്ങളുടെ സമയത്ത് കൊടിയേറ്റം ഹിറ്റായിരുന്നു. കൊടിയേറ്റം ഹിറ്റായിരുന്നു. അടൂർ സാറിന്റെ പടങ്ങൾ ഹിറ്റാണ്. അരവിന്ദ് സാറിന്റെ പടങ്ങൾ ഓടും. എല്ലാ പടങ്ങളും ഓടുമായിരുന്നു. കെ ജി ജോർജ് സാറിന്റെ പടങ്ങളും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഒരു കമേഴ്ഷ്യൽ സിനിമ പോലെ അല്ലെങ്കിലും ഓടുമായിരുന്നു പടങ്ങൾ. അപ്പോ ഇന്നിപ്പോ അങ്ങനത്തെ ഒരു ജോണർ കാണാൻ ആളില്ല. ഇന്നിപ്പോ കോമഡി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫീൽ ഗുഡ്, കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് പോലും കമ്മിയാണ്. ഇപ്പൊ കുറച്ചുകൂടെ മറ്റേ യങ്സ്റ്റേഴ്സ് വൈബ്, കുറച്ച് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ട്രിവാൻഡ്രം ചെയ്തപ്പോ അതിൽ ചില പദങ്ങൾ ഉപയോഗിച്ചപ്പോ അതൊക്കെ തെറ്റാന്ന് പറഞ്ഞു. പക്ഷെ ആ പദങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ആദ്യം ഇപ്പോ എന്റെ ഫസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ ആയിരുന്നു. അപ്പൊ ലിവിങ് ടുഗദറിനെ പറ്റി ഞങ്ങൾ അന്ന് റിസർച്ച് നടത്തിയപ്പോ ഓൾ ഓവർ ഇന്ത്യയിൽ കൂടുതലും പാർട്ട്നേഴ്സിൽ ഒരു സിംഗിൾ പാർട്ട്ണർ മലയാളി ആയിരിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങള് റിസർച്ച് നടത്തിയിരുന്നു അതിനെ പറ്റിയിട്ട്. അപ്പൊ അതായിരുന്നു. പിന്നെ ഞാനൊരു റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു. അത് വൺ നൈറ്റ് സ്റ്റാൻഡ് ആയിരുന്നു. അപ്പോ നമ്മൾ അങ്ങനെയുള്ള അതൊരു ഫീമെയിൽ റൈറ്റർ ആണ് എഴുതിയത്. ദാറ്റ് ഇസ് റിട്ടൺ ബൈ എ ഫീമെയിൽ റൈറ്റർ. രാജശ്രീ ബൽറാം എന്ന് പറഞ്ഞിട്ട് ഫെമിനിൽ ഒരു റൈറ്റർ ആണ് അത് എഴുതിയത്. സോ അപ്പോ പീപ്പിൾ ആർ തിങ്കിങ് ഡിഫറെന്റ്. ഇപ്പൊ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞ സിനിമ അതൊരു വേറൊരു ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻ. അതിൽ നമ്മൾ വൃത്തിയായിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇന്റർപ്രിട്ടേഷൻ ആണ്. അതൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സാധനങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഹാംലെറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത്? ഹാംലെറ്റിൽ ആ ടു ബി ഓർ നോട്ട് ടു ബി ആ ഒരു കോൺഫ്ലിക്റ്റ് മനസ്സിൽ കിടക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ നാച്ചുറലി അതിൽ ഒരുപാട് ഡ്രാമ ഉണ്ട്. സോ വി ടേക്ക് ദാറ്റ്. പിന്നെ കുളൂരിന്റെ നാടകങ്ങളെ സിനിമയാക്കണമെങ്കിൽ അതിൽ കുളൂരിയൻ ഹ്യൂമർ ഉണ്ട് ആൻഡ് ഫിലോസഫി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ അങ്ങനെ എടുത്ത് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ കുളൂരിന് നാടകമുണ്ട് ചോരനകൂര. അത് ഞാൻ പോപ്പിൻസ് എന്ന സിനിമയില് ഫസ്റ്റ് സ്റ്റോറി ആക്കി. അതിന്റെ കഥ കണ്ടാൽ അത് എക്സാക്ട്ലി ലൈക്ക് നമ്മൾ നമ്പകൽ നേരത്ത് മയക്കം അതിന്റെ ഒക്കെ ഒരു ലൈനാണ്, റീലിവിംഗ് ആണ്. അപ്പൊ അതാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. ഓക്കെ. അപ്പൊ ഈ ട്രിവാൻഡ്രം ലോഡ്ജ് പോലെയുള്ള മൂവീസിന് അന്ന് ഭയങ്കര വിമർശനം ഉണ്ടായിരുന്നു. അതില് പറയുന്ന കണ്ടന്റ് എന്താ ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല എന്നുള്ള ഒരു വിമർശനങ്ങൾ വന്നിരുന്നു. പക്ഷെ ഇന്നത്തെ മൂവീസിൽ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടും ഓപ്പൺ ആയിട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ സാർ അന്നേ ഇതെല്ലാം ഭയങ്കര ഫോർവേഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണോ? ആണ്. കാരണം അതൊരു ഹെഡ് ഓഫ് ടൈം ഫിലിം അല്ലേ. കാരണം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ വി ശശി സാറൊക്കെ ബ്യൂട്ടിഫുള്ളി ഡൺ കണ്ടന്റ് ഉണ്ട്. അവരൊക്കെ ഇത് ഇങ്ങനത്തെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് മുമ്പ്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ അതിനൊരു വേറെ ഇന്റർപ്രിട്ടേഷൻ കൊടുത്തു എന്ന് മാത്രം. സെൻഷ്വലായിട്ട് അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഐ വി ശശി സാർ. സോ അവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കെ ജി ആർ സാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പവർ തന്നെയാണ്. പക്ഷെ നമ്മൾ അതിന് വേറെ ഇന്റർപ്രിട്ടേഷൻ കൊടുത്തു, കുറച്ചുകൂടെ ബോൾഡ് ആക്കി, കുറച്ചുകൂടെ അപ്ഫ്രണ്ട് ആക്കി, പറയാനുള്ള കാര്യങ്ങൾ അങ്ങനെ പറയുക എന്നുള്ളൊരു പാറ്റേൺ കൊണ്ടുവന്ന് ചെയ്താണ്. അത് അന്ന് വിമർശനങ്ങളുടെയെങ്കിലും നല്ലോണം കളക്ട് ചെയ്യും. എന്റെ ഒരു നല്ല കളക്ട് ചെയ്ത പടം. പിന്നെ മൂവീസ് എല്ലാം അത്യാവശ്യം നല്ല. പിന്നെ ഫാമിലി എന്ന് പറയുന്നത് അവര് അച്ഛനും അമ്മയും മക്കളും ഒന്നായിട്ട് പോയില്ലെങ്കിൽ അവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പോയി കണ്ടു. അതാണ് അതിന്റെ കോമഡി. പക്ഷെ ഈ പറയണ പോലെ തന്നെ എനിക്ക് തോന്നുന്നു സൊസൈറ്റിയാണ് മാറിയത്. ഇപ്പം കാണുന്ന ആൾക്കാരുടെ ഒരു ചിന്താഗതി കാലങ്ങൾ മാറുമ്പോ പ്രോഗ്രസീവ് ആവുമല്ലോ, തിങ്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടി ഈ ജനറേഷനിലെ ആൾക്കാര് ഇപ്പൊ പേരൻസിനെ ആണെങ്കിൽ പല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ നോർമലൈസ്, പല കാര്യങ്ങളും നോർമലൈസ്ഡ് ആയി വരുന്നുണ്ട്. ഇപ്പൊ പണ്ട് കാലത്ത് അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സൊസൈറ്റിയിൽ സാർ ആ ഒരു, പക്ഷെ അതൊക്കെ ഇന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ അന്ന് കളക്ട് ചെയ്താലും കൂടുതൽ ഇന്ന് പറ്റും എന്ന് തോന്നുന്നു. മൾട്ടി സ്ക്രീൻ ആയില്ലേ. അതെ.
ഇന്ന് ഫുൾ സ്ക്രീൻസ് അല്ലേ, ആദ്യത്തെ 2 ദിവസം 3 ദിവസം കൊണ്ട് തന്നെ കളക്ട് ചെയ്യും. സ്ക്രീൻസിന്റെ മാത്രമല്ല, സ്റ്റോറി കുറച്ചും കൂടെ ആൾക്കാർ അക്സെപ്റ്റ് മേ ബി, ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ. പക്ഷെ ഇതുപോലെ വന്നൊരു കോൺട്രവേഴ്സി ആയിരുന്നു ആമേനിലും. ആമേൻ നല്ലൊരു അടിപൊളി, ഞാൻ കണ്ടതിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. പക്ഷെ അതിന്റെ എനിക്ക് തോന്നുന്നു തിയേറ്ററിനേക്കാളും നമ്മള് ഓടി അല്ലെ. പക്ഷെ ഫാമിലി ഇത് വന്നപ്പോ ഞാൻ കവിതാ തിയേറ്ററിൽ നല്ലോണം നിറഞ്ഞൊഴുകിയ സിനിമകളാണ്. പത്മ, ത്രീ കിങ്സ് ഒക്കെ കവിത. പക്ഷെ ഈ പറയുന്ന പോലെ ആമീനിലും കുറെ ഡയലോഗ്സ് എല്ലാം ആ സമയത്ത് ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു. അങ്ങനത്തെ ഡയലോഗ്സ്, സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. ബ്യൂട്ടിഫുൾ സിനിമയല്ലേ. അതെ അതെ അതെ. പക്ഷെ എന്തോ ഈ വിമർശനങ്ങൾ ഒരു പരിധി വരെ നമുക്ക് വിമർശനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നല്ല വിമർശനങ്ങളാണെങ്കിൽ. പക്ഷെ മനഃപൂർവ്വം ഇത് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്ന പോലെ ഏതെങ്കിലും പോയിന്റിൽ നമ്മുടെ ജോലി ചെയ്യുക. വി ഷുഡ് ഡു വാട്ട് വി ഫീൽ റൈറ്റ്. അത് മറ്റുള്ളവർക്ക് റൈറ്റ് ആവണം നിർബന്ധമില്ലല്ലോ. അതെ അതെ. അപ്പൊ നമുക്ക് നമ്മുടെ കൺവിക്ഷൻ വെച്ചിട്ട് നമ്മൾക്ക് എന്താണോ പറയാനുള്ളത് നമ്മളത് പറയാം. അത് ചിലപ്പോൾ വൃത്തിയായിട്ട് പറയാൻ പറ്റും, ചിലപ്പോൾ വൃത്തിയായിട്ട് പറയാൻ പറ്റില്ല. അതൊരു റിസ്ക് എന്തായാലും ഒരു ക്രിയേഷനിലുണ്ട്. ഒരു ആർട്ട് ക്രിയേഷൻ എന്ന് പറയുന്നതിന്റെ ത്രിൽ അതാണ്. എല്ലാം സക്സസ്ഫുൾ ആയാലും, അല്ലെങ്കിൽ ഇനിയിപ്പോ പെയിന്റിംഗ് ആയാലും ആർട്ടായാലും നോവലായാലും എന്താണെങ്കിലും എല്ലാം സക്സസ്ഫുൾ ആയ you won't be able to write, you won't be able to create. So naturally ആ ഫെയിലിയർ ഉണ്ടാവും, സക്സസ് ഉണ്ടാവും. അതിന്റെ ഒരു ബാലൻസ് ചെയ്യണം, അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക. ഈ വിമർശനങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഷ വേറെയായിരുന്നു, പിന്നെ സമയം എടുക്കുമായിരുന്നു. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് കോഴിക്കോടിന്റെയും സിനിക്കിന്റെ ഒക്കെ റിവ്യൂസ് വരാറ്. അന്ന് മാതൃഭൂമി, മനോരമ അതിലൊക്കെയാണ് വരിക. വാരികകളിലും അങ്ങനെയുള്ള പേപ്പറുകൾ എല്ലാം വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരിക. പക്ഷെ അതിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നു, അതൊന്നും ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. So that we have to live with it. Yeah, social media is very active. അപ്പോൾ നമ്മൾ അതിൽ ജീവിച്ചേ പറ്റൂ. That we have to face it. പക്ഷെ സാറിന്റെ കാസ്റ്റിംഗ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു പ്രെഡിക്റ്റബിൾ അല്ല കാസ്റ്റിങ്ങുകളൊന്നും. വളരെ എനിക്ക് തോന്നുന്നു ജേട്ടനെ കൂടിയിട്ടാണ് കൂടുതൽ മൂവി, ജേട്ടൻ അനുപേട്ടൻ കൂടുതൽ. പക്ഷെ ഒരു റിപ്പീറ്റഡ് കാസ്റ്റിംഗ് സാറിന്റെ മൂവീസിൽ ജേട്ടനായിട്ട് ഒത്തിരി വേറെ വേറെ ക്യാരക്ടേഴ്സ് ആണ്. ട്രോൺ ലോഡ്ജിൽ എല്ലാം ബ്യൂട്ടിഫുൾ ലുക്ക് അല്ല ത്രീ കിങ്സ്. ത്രീ കിങ്സ് അല്ല ഗുലുമാൽ. ജയന്റെയും ഇത്രയും പടങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും താങ്ക് യു വേറെയാണ്. അപ്പൊ വേറെ ഡിഫറെന്റ് പോസിറ്റീവ് വേറെ ക്യാരക്ടറാണ്. സോ അങ്ങനെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. വി ആർ ട്രൈ ടു വർക്ക് ഇറ്റ് ഔട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ കാസ്റ്റിംഗിന്റെ കാര്യം ഭയങ്കര പെർഫെക്റ്റ് കാസ്റ്റിംഗ്. അപ്പൊ പറയുന്ന കാര്യങ്ങൾ ഇത്രയും ഓപ്പൺ ആയിട്ട്, ഇപ്പൊ സാറിന്റെ മൂവീസ് ഇത്രയും ഓപ്പൺ ആയിട്ട് അന്ന് കാലത്തെ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഈ കാസ്റ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് സാർ ഇത് വർക്ക്ഔട്ട് ആവോ, ഇത് ഇത്രയും ഇങ്ങനെ ഓപ്പൺ ആക്കണോ, നമ്മളെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുമോന്നൊരു ഡൗട്ട് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. കാരണം എസ്പെഷ്യലി ഇപ്പൊ ഹണി വർക്ക്ഷോപ്പ് വിത്ത് മുരളിയെ കൊണ്ട് വർക്ക്ഷോപ്പ് ചെയ്തിട്ടാണ് 10 ദിവസം വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. സോ ദാറ്റ് ഡിഫറൻസ് യു ക്യാൻ സീ ഇൻ ഹർ. അപ്പോ അത് നമ്മൾ ആ ക്യാരക്ടർ ചെയ്യുമ്പോ തന്നെ മുടി എങ്ങനെ ചെയ്യണം, എങ്ങനെ അതിരണം, ഇപ്പൊ മേഘനയ്ക്ക് എങ്ങനെ പൊട്ടു വെക്കണം, എങ്ങനെ മേക്കപ്പ് ഇടാതിരിക്കണം, അത് നമ്മൾ നോക്കിയിട്ട് we decide to make look different. ഒരു കഥ കേൾക്കുമ്പോഴേ ഇത് ഇന്ന ആള് ചെയ്താൽ മതി എന്നുള്ളത് ഒരു ടൈം ടേക്കിംഗ് പ്രോസസ് ആണോ, അത് സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗട്ട് ഫീലിംഗിൽ ഫസ്റ്റ് ഗട്ട് ഫീലിംഗ് ആണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും അപ്പൊ സ്റ്റാർ ആയിരുന്നില്ലല്ലോ. സോ സ്റ്റാർ എന്നുള്ള ഒരാളുടെ പോയിട്ട് ഞാൻ സിനിമ ചെയ്യുന്നത് വളരെ ദുർലഭമാണ്. കാരണം ചിലപ്പോൾ അത് എനിക്ക് ഇഷ്ടമുള്ള സിനിമ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ ചെയ്യുന്നതാണല്ലോ അതിന്റെ രീതി. അങ്ങനെ ഒരു കാര്യം ഉണ്ടോ മലയാള സിനിമയിൽ? ആക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും എന്ന, ആക്ടേഴ്സ് ഡിസൈഡ് ചെയ്തതുകൊണ്ട് ഒരു മൂവി പുറത്ത് വരില്ല? അങ്ങനെയൊന്നുമില്ലല്ലോ. ആക്ടേഴ്സ് ഡിസൈഡ് ചെയ്തുകൊണ്ട് പുറത്ത് വരില്ല എന്നല്ല. അങ്ങനെയല്ല. See, there is practical difficulties, no? Going and approaching them and convincing them and getting their dates and then apparently നമ്മുടെ ഒരു കാലഘട്ടം തീരും. So better to do, I believe in doing small films in a very small content and comfortable. പക്ഷെ ആ സ്മോൾ കണ്ടന്റ്സിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ള മൂവീസ് ആണ്. 100% with writers also, no? It's also with writers. അവരുടെ സ്ട്രെങ്ത് ഉണ്ട്. ഞാൻ എഴുതിയ ബാലേട്ടൻ, അനൂപ്, വൈവി രാജേഷ്, അങ്ങനെ കുറെ ഓരോരുത്തർക്കും ഓരോ ജോണർ എക്സ്പെർട്ടീസ് ഉണ്ട്. അവരെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പൊ പുതിയ ആൾക്കാർ നല്ല രസമായിട്ടുള്ള സുരേഷ് ബാബു, അങ്ങനെ ഒരുത്തി സുരേഷ് ബാബു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനെ വരുന്നത് നമ്മൾ ചെയ്യും.
ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രിവാൻഡ്രം ലോഡ്ജ്, ബ്യൂട്ടിഫുൾ പോലത്തെ മൂവീസിൽ ഇപ്പൊ ബ്യൂട്ടിഫുളിലെ കാസ്റ്റിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ മേഘ്ന ചേച്ചിക്ക് പകരം ആദ്യം വേറൊരാളെയായിരുന്നു മനസ്സിൽ നിന്ന് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്ന പോലെ. പിന്നെ അതുപോലെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഓക്കെ ഫൈനലി മേഘന വന്നപ്പോ വി മേഡ് എ ലുക്ക് ഡിഫറെന്റ്. പിന്നെ തോന്നിയപ്പോ ചില സമയത്ത് എങ്ങനെ അറിയോ, നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരാളാണ് പെർഫെക്റ്റ് തോന്നും. ചിലപ്പോ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ തോന്നും ഇവരല്ലെങ്കിൽ വേറെ ആളെ വെച്ച് ചെയ്യാൻ പറ്റില്ല തോന്നും. ചെയ്ത് കഴിഞ്ഞ ഔട്ട് വരുമ്പോ അങ്ങനെ വരും. അത് അങ്ങനെയാണ് മേഘനയുടെ ഒക്കെ ഒരു കാസ്റ്റ്. ഇപ്പൊ ഹണിയുടെ ആയാലും മേഘനയുടെ ആയാലും ഒക്കെ കാസ്റ്റ് നമുക്ക് ഇനി വേറെ ആളെ വെച്ചാൽ ചെയ്യാൻ പറ്റില്ല തോന്നും. പക്ഷെ അതുപോലെ പെക്യുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ആളാണ് തസ്നി ഖാൻ. അതെ, അത് രണ്ടെണ്ണത്തിൽ അതെ അതെ അതെ, കന്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ ട്രിവാൻഡ്രം ലോഡ്ജിൽ. പക്ഷെ അതൊരു ഡിഫറെന്റ് ക്യാരക്ടറാ. യൂണിവേഴ്സ് എന്നൊക്കെ ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ, അതിലെ ക്യാരക്ടർ അല്ലേ ഇതില് അതെ ബ്യൂട്ടിഫുൾ ക്യാരക്ടറാണ്. അതൊക്കെ യൂണിവേഴ്സിറ്റി അന്നേ ചെയ്തു. ബാബു നമ്പൂതിരി ട്രിവാൻഡ്രം ലോഡ്ജിൽ വരുന്നു തൂവാനത്തുമ്പിളന്ന് 23 വർഷം കഴിഞ്ഞിട്ടാണ്. സോ ഇപ്പൊ നമ്മള് പല യൂണിവേഴ്സിറ്റികളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമല്ലോ, ഇതൊക്കെ അന്നേ ചെയ്തു കഴിഞ്ഞതാ. അതാ പറഞ്ഞ സാറിന് ഭയങ്കര ദീർഘവീക്ഷണം. അല്ല, അത് നമ്മുടെ ഏർലിയർ ആയിട്ടുള്ള ആക്ടേഴ്സും ചെയ്തിട്ടുണ്ട്, ഡയറക്ടേഴ്സും ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ ഇത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് തസ്നി ഖാൻ ചെയ്തിരിക്കുന്നത് ആ മൂവിയിലെ. കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇല്ല, ആക്ടർ പെർഫോമർ അല്ലേ, ഫാന്റാസ്റ്റിക് പെർഫോമർ ആണ്. അതെ അതെ അതെ, കൺവിൻസ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. രണ്ട് മൂവിയിലും ഏകദേശം പേരില് അത്ര ബ്യൂട്ടിഫുള്ള മൂവിയും അതുപോലെ തന്നെ ഇത് രണ്ടും ഏകദേശം ഒരേ ഒരു ബ്യൂട്ടിഫുൾ ആയിക്കോട്ടെ. ട്രിവാൻഡ്രം ലോഡ്ജ് ഭയങ്കര ഓപ്പൺലി പക്ഷെ ഭയങ്കര എന്താ മുഖത്തടിച്ച പോലെ കാര്യങ്ങൾ പറയുന്ന ഒരു മൂവിയാണ്. അപ്പൊ അതിലെ ആക്ടേഴ്സ് ആണെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് അവരുടെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഇൻപുട്സോ ഈ മൂവിയിലേക്ക് സാർ തീർച്ചയായിട്ടും വരും. കാരണം ഇറ്റ്സ് കളക്റ്റീവ് ആർട്ടല്ലേ. അപ്പൊ സജഷൻ പറയും, ചിലപ്പോ നമുക്ക് രസമായിരിക്കും അത് കൂടുതലും പോസിബിൾ മോർ ദാൻ ബ്യൂട്ടിഫുൾ ട്രിവാൻഡ്രം ലോഡ്ജ് എന്നുള്ള സിനിമകളെക്കാൾ കൂടുതൽ ത്രീ കിങ്സിലൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ഒരുപാട് ഇംപ്രവൈസേഷൻ സ്കോപ്പ് ഉണ്ട്. പിന്നെ അവിടെ ഞാൻ പറയുന്നത് ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ഒന്ന് ചുറ്റിയാൽ മതി എന്ന് പറയും. അതൊക്കെ ഓൺ ദ സ്പോട്ട് ഇംപ്രവൈസേഷൻസ് ആണ്. അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ചില സമയത്ത് വരും. അത് അങ്ങനത്തെ സിനിമയ്ക്ക് കുറച്ചുകൂടെ ഈസിയാണ്. ഇങ്ങനെ ബ്യൂട്ടിഫുൾ ട്രിവാൻഡ്രം നമ്മൾ കുറച്ചുകൂടെ ക്ലിപ്തമായിട്ടുള്ള പടങ്ങളായതുകൊണ്ട് അതിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാളി കഴിഞ്ഞ പ്രശ്നം എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു ഈ ത്രീ കിങ്സിലെ ഇവര് 3 പേരും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡിയും അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയേക്കുള്ള അവരെ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഔട്ട് ഓഫ് ദി സ്ക്രീൻ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പൊ അവരായിട്ട് വർക്ക് ചെയ്യാൻ സാറിന്റെ ഒരു, കാരണം സാർ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, അവരൊക്കെ ആ സമയത്ത് അപ്കമിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ വർക്ക്ഷോപ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻ ഗുൽമാലിൽ ഉണ്ടായിരുന്നു, ഇതിലുണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാം ഞങ്ങൾ വർക്ക്ഷോപ്പും ചെയ്തിട്ടുണ്ട്. അപ്പൊ മുല്ലവള്ളിക്കൊക്കെ ഞങ്ങൾ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചൻ, ഇന്ദ്രൻ എല്ലാവരും വന്നിരുന്നു. സിംഗ് വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു, നിർണായകത്തിന് വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു, ഒരുത്തിക്ക് വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു. നഗയൊക്കെ വന്ന് അറ്റൻഡ് ചെയ്താ 10 ദിവസം. പക്ഷെ എനിക്ക് തോന്നി ഈ പറയുന്ന കാസ്റ്റുകളെല്ലാം സാറിന് ഒരു ഫാമിലി മെമ്പറിനെ പോലെ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇവരെല്ലാം സാറിന്റെ എല്ലാ ഇന്ദ്രേട്ടൻ ആയിക്കോട്ടെ, ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ത്രീ കിങ്സ് മൂവിയിലെ നമുക്ക് അറിയാത്ത ഒരു രസകരമായ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? നമ്മള് ശരിക്കും മൂവിയില് നിങ്ങൾ പറയാത്ത ഒരു കാര്യം, ഓക്കെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ശരിക്കും മൂവിയിലുണ്ട് അവരുടെ തന്നെ ഇംപ്രൂവൈസേഷൻ ഉള്ള ഓൺ ദ സ്പോട്ട്. അത് കുറച്ചുകൂടെ റൈറ്റർക്ക് ഞാൻ ക്രെഡിറ്റ് കൊടുക്കണം. അവനെല്ലാം കറക്റ്റ് ആയിട്ട് ക്ലിപ്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില ഇംപ്രൂവൈസേഷനിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഒന്ന് ചുറ്റണമെന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങള്. പിന്നെ ലുക്ക് വൈസ് ഒക്കെ അവർ നല്ലോണം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. 3 പേരുടെ ലുക്ക് വൈസ് അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഐ എം എ വെരി ഓപ്പൺ കൈൻഡ് ഓഫ് എ പേഴ്സൺ. അപ്പൊ നമ്മൾ അവരുടെ കൂടെ നിന്ന് ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി വരും. ആക്ടേഴ്സ് ആണെങ്കിലും അത് ഷൂട്ട് ചെയ്തത് 5 പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടിയ വേണു സാറാ. സോ അപ്പൊ അത്രയും സീനിയർ ആയിട്ടുള്ള ക്യാമറമാനാണ്. പക്ഷെ ഈ ത്രീ കിങ്സ് റിലീസ് ചെയ്തപ്പം സാർ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു എന്നുള്ളത്. അതെ, പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ ഒരു സൈഡില് വിമർശനങ്ങൾ വന്നിരുന്നു. എക്സ്പെരിമെന്റേഷൻ അല്ലേ. ഇപ്പൊ നാളെ അവർ പറഞ്ഞു ത്രീ കിങ്സ് വാസ് എക്സ്പെരിമെന്റ്. കാരണം കാരിക്കേച്ചർ ആക്ടിംഗിൽ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു അത്. ആ ഒരു സാധനം അത് സാധാരണ ചെയ്യില്ലല്ലോ നമ്മള്. അപ്പൊ അതൊരു കാരിക്കേച്ചർ ആക്ടിങ്ങിന്റെ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പൊ എല്ലാവരും ഇപ്പൊ സമൃദ്ധാണെങ്കിലും ആനകൃഷ്ണനാണെങ്കിലും സോ അതൊക്കെ ഒരു എന്താ പറയാ ഒരു സാധാരണ
നമ്മൾ കാണുന്ന കണ്ടു ശീലിച്ച ആക്ടിങ് സ്റ്റൈലല്ല പടം. ഇറ്റ്സ് മോർ കാരിക്കേച്ചറിഷ്, മോർ ടു കാർട്ടൂണിഷ് പെർഫോമൻസിലും. ഇന്നത്തെ ടേംസിൽ പറയുമ്പോൾ കുറച്ചുകൂടെ ക്രിഞ്ച് ക്യാരക്ടേഴ്സ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ. അല്ല, അന്ന് ക്രിഞ്ച് അല്ലല്ലോ. അന്ന് ക്രിഞ്ച് അല്ല, പക്ഷെ ഇന്ന് ക്രിഞ്ച് ആവുമെന്ന് അറിയില്ല ആക്ച്വലി. കാരണം ക്രിഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇമോഷൻ വരുമ്പോഴേക്കാണ് ഈ ക്രിഞ്ച് വരുന്നത്. കോമഡിയിൽ അത്ര ക്രിഞ്ച് വരാൻ വഴിയില്ല, സിറ്റുവേഷനിലേ വരൂ. ഡയലോഗ്സിൽ അങ്ങനെ വരാൻ വഴിയില്ല. പിന്നെ എനിക്ക് ക്രിഞ്ച് ഒന്നും മനസ്സിലായിട്ടില്ല. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഓവറാക്കി നമ്മള് കുറച്ച് ക്രിഞ്ച് അല്ലേ എന്ന് പറയൂല. ഓവറാക്കുന്നത് ക്രിഞ്ച് അല്ല. ഓവറാക്കുന്നത് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ആക്ടിങ്. അതൊരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ്. ഇപ്പൊ നമ്മൾ പണ്ട് കണ്ടിട്ടില്ലേ, അപ്പൊ നിങ്ങൾ മിസ്റ്റർ ബീന്റെ ഫിലിംസ് കണ്ടിട്ടില്ലേ, ഇറ്റ് ഇസ് കാരിക്കേച്ചറിഷ്. ചാർലി ചാപ്ലിന്റെ ടെക്നിക്കലി കാരിക്കേച്ചറിംഗ് ആയിരുന്നു എല്ലാം. 16 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്തു. സോ ഇറ്റ് വാസ് ദേർ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ദേർ. സോ അതിനെ ഒരു കാരിക്കേച്ചർ സ്റ്റൈലിലേക്കുള്ള ഒരു ആക്ടിംഗിൽ നമ്മൾ ട്രൈ ചെയ്തു. ഇപ്പൊ ഗുലുമാലിന് കാരിക്കേച്ചർ ഇല്ല. ത്രീ കിങ്സിൽ കാരിക്കേച്ചർ ഉണ്ട്. ശരിയാണ്. അപ്പൊ അതിനൊരു തോട്ട് പ്രോസസ് വെച്ച് ചെയ്യുന്നു. ഞാൻ സിനിമ, അതായത് ടി വിയിലാണ് ത്രീ കിങ്സ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപോയി നല്ല ചിരിക്കാനുണ്ടായിരുന്ന മൂവീസ് ആയിരുന്നു പഴയ പടങ്ങളെ. ഇപ്പോ ഈ നമ്മൾ മലയാളികളുടെ ഇപ്പോഴത്തെ ഒരു ശീലമാണ് ഈ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനിരിക്കുമ്പോ പഴയ പടങ്ങൾ ടി വിയിലോ ഫോണിലോ വെച്ചിട്ട് കാണുന്നത്. അതില് ഞാൻ ശ്രദ്ധിക്കപ്പെട്ട പലവരും റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ് ത്രീ കിങ്സ്. അതിന്റെ കുറെ ബൈറ്റ്സ് ഉണ്ട്. ഈ ആക്സിഡന്റ്, നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡന്റിന്റെ സീന്, ലൂട്ടാഫി സീൻ ഉണ്ട്. അതുപോലെ പിന്നെ മറ്റേ പേരിന്റെ സീൻ, അത് ഭയങ്കര വൈറലായിരുന്നു. നാഗശേഖര റെഡ്ഡി. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പേരുകള്, ഈ നെയിംസിന്റെ ആ ലെങ്തിനെസ്, അതൊക്കെ സാറിന് എവിടെന്നെങ്കിലും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. റൈറ്റേഴ്സ് ഇൻപുട്ട് ഓൾസോ ആണോ? ആ ഒരു ഐഡിയ റൈറ്ററുടെ ഒറിജിനൽ അല്ലേ? ആ പേരെന്നാലും അത് ഇത് ഉണ്ടാക്കിയ ആള് ആക്ടർ വെച്ച് ഇംപ്രവൈസ് ചെയ്ത്, ആൾ തമിഴ് ആക്ടറാ. സോ അയാൾ വെച്ച് ഇംപ്രവൈസ് ചെയ്ത് അയാളും ബൈഹാർട്ട് ചെയ്ത് ഇവൻ കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. രാജേഷ് ഹാസ് റിട്ടൺ സം. അതിനെ വെച്ച് വലിച്ച് കുറെ കൂടെ പേര് ആഡ് ചെയ്ത് വലിച്ചു നീട്ടി അങ്ങനെ കൊണ്ടുപോയി. അതുപോലെ സാറിന് ഇഷ്ടപ്പെട്ട ഒരു സീൻ ഏതാ? ഭയങ്കര സാറിന് ഷൂട്ട് ചെയ്യുമ്പോ തന്നെ നമ്മൾ അത് ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തതല്ല. അപ്പൊ അതില് അവിടെ ഒരു റെഡ് ബട്ടൺ കാണും. ഒരിക്കലും സലീം കുമാർ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് മകൻ പ്രശാന്തൻ. അതൊക്കെ ഒരു തോട്ട് പ്രോസസ്, ഐഡിയേഷൻ ആണ്. ഇതൊക്കെ രാജേഷിന്റെ ഐഡിയേഷൻ ആണ്. പക്ഷെ ഭയങ്കര പെക്യൂലിയർ ആയിട്ടുള്ള ഒരു ഐഡിയാസ്. കാരണം അത്രയും പാനിക് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനില് സലീം സാർ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയാ, നിങ്ങൾ ശാന്തമായി കേൾക്കൂ. അപ്പൊ അവിടെ ഭയങ്കര പാനിക് ആയിട്ട് ഒരു ഇഞ്ചിൻ കൂടെ ഓഫായി. അതെ, അത് ഭയങ്കര സമാധാനത്തിലാണ് പറയാം. പക്ഷെ അതിന് ഭയങ്കര പാനിക്കായി റിയാക്ട് ചെയ്യുന്നത് റൈറ്ററുടെ തന്നെയായിരുന്നു കേട്ടോ. അത് പിന്നെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. അവിടെ ഷൂട്ട് ചെയ്ത ആക്ച്വൽ ഫ്ലൈറ്റ് ഷൂട്ട് ചെയ്തോ? പിന്നെ അതിന്റെ ക്ലോസപ്സ് വന്നോ? ആക്ച്വൽ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്ത് അതൊക്കെ എയർപോർട്ട് ATC ഒക്കെ ബാംഗ്ലൂർ ഹുസൂർ എയർപോർട്ടാണത്. അതൊരു പുതിയ ഇൻഫർമേഷൻ. CG ഒന്നുമല്ല. നമ്മള് വിചാരിച്ചത് എഡിറ്റ് ചെയ്യാൻ പക്ക മുകളിൽ ഷൂട്ട് ചെയ്ത, പൊന്തുന്നതും ഇറങ്ങുന്നതും ഒക്കെ. അപ്പം വന്ന് നിൽക്കുന്നത് ATCയിലേക്ക് വരുന്നതും ഒക്കെ ഷൂട്ട് ചെയ്തു. അപ്പൊ ജഗദീഷ് സാറല്ലായിരുന്നു അതിന് താഴേക്ക് വീഴുന്നൊക്കെ ആക്ച്വലാണ്. എനിക്ക് തോന്നുന്നു അത്ര അഡ്വഞ്ചറൈസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് ഉണ്ടല്ലോ. എന്നാലും അത്ര എല്ലാം ടേക്ക് ഓഫ്, ലാൻഡിങ്, ടാക്സിയും ഒക്കെ ലൈവാണ്. ഒറിജിനൽ ഹുസൂർ എയർപോർട്ടിൽ ഷൂട്ട് ചെയ്ത ATC ഒക്കെ ഒറിജിനൽ, അതൊന്നും സെറ്റല്ല. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു അഡ്വഞ്ചർ ക്യാരക്ടർ ജഗതി ചേട്ടൻ ചെയ്തതായിട്ട് അത്രയും അത് ലൈവ് ആണെങ്കിൽ വളരെ അഡ്വഞ്ചർ ആണ്. അതെ. അത് പിന്നെ ആ ഒരു സീനെ മാറ്റി കളഞ്ഞത് സലീം സാറും അതുപോലെ ജഗതി സാറുമാണ്. ആ സമയത്ത് അവരുടെ ഇംപ്രൊവൈസേഷൻസ് ആയിരുന്നു ആ സീൻ. അതെ. സാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആക്ട് ഇപ്പൊ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന പല ആക്ടേഴ്സിന്റെ ഇനീഷ്യൽ കുറെ മൂവീസ് സാറിന്റെ ഫിലിമില്ലായിരുന്നു. അപ്പൊ പലരും ചാക്കോച്ചനെ എടുക്കരുത്. പക്ഷെ അങ്ങനെയല്ല, അതൊരു പോസിറ്റീവ് ആയിട്ട് പറയുന്നത്. അന്ന് അങ്ങനെയാണല്ലോ സിനിമ, വാല്യൂ, സ്റ്റാർ വാല്യൂ. പക്ഷെ നമ്മുടെ കൺവിക്ഷൻ ആണത്. അവന് ചെയ്യാൻ പറ്റും. ചാക്കോച്ചൻ ഇസ് എ ഫാബുലസ് ആക്ടർ. അതെനിക്ക് അന്നേ കാണാൻ പറ്റും. അവൻ ഈസ് ആക്ടർ ആണ് ഞാൻ പറയാം. ഹി ക്യാൻ ഡു ഇറ്റ്. സോ ഐ ഹാവ് ദാറ്റ് കൺവിക്ഷൻ. പക്ഷെ എന്നാലും ഒരു കൂട്ടം സൊസൈറ്റിയിലെ ആൾക്കാർ ഇന്ന ആളെ എടുക്കരുത് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ടാലന്റ് നമ്മളെ ബാധിക്കില്ല. അത് ടാലന്റ് ഇല്ല എന്നൊന്നും പറയില്ല. അതായത് മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആൾക്കാർ പറയുള്ളൂ. പക്ഷെ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാലും നമുക്കത് ബാധിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ കഥ പറയണമെങ്കിൽ
അതിലുള്ള കൺവിക്ഷൻ ആണല്ലോ നമ്മുടെ. അപ്പൊ ആ കൺവിക്ഷൻ വെച്ച് മുന്നോട്ട് പോവാ. ചിലപ്പോൾ അത് വർക്കാവും, ചിലപ്പോൾ അത് വർക്കാവില്ല. അത്രേ ഉള്ളൂ അത്. ഇപ്പൊ സൈജു was about to stop working and go and Trivandrum was happened for him. അവരൊക്കെ എല്ലാവരുടെയും പറയാറുള്ളത് കേട്ടോ. അവരെല്ലാവരും they all say everywhere. Okay. He has not looked back after Trivandrum Lodge. Yeah. So it is something, it happens. It's all nimittam. It's all nimittam and it is all their talent Yeah. and their luck, their effort and their hard work. നമ്മൾ നിമിത്തമാവാന്ന് പറയില്ലേ, അത്ര പറ്റുള്ളൂ. ചില സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിമിത്തമായി പോകും. പക്ഷെ അതിനൊരു ഗട്സ് വേണമല്ലോ. നമ്മളൊരു പുതിയൊരു അല്ല, ഗട്സ് അല്ല, കൺവിക്ഷൻ. മോർ ദാൻ ദാറ്റ് ഇസ് കൺവിക്ഷൻ. കൺവിക്ഷൻ. ചാക്കോച്ചൻ ഞാൻ മുമ്പേ വർക്ക് ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് അറിയാലോ. ആക്ടർ ആസ് ആൻ ആക്ടർ ഈസ് ഫാന്റാസ്റ്റിക്. പക്ഷെ പറഞ്ഞ പോലെ ആ സമയത്ത് നമുക്ക് ഈ സാർ നേരത്തെ അത് മാർക്കറ്റിംഗിന്റെ ഇഷ്യൂ ആണ്. അത് എല്ലാവരുടെയും ഉണ്ടല്ലോ. അതിപ്പോ നമ്മളൊരു സാധാരണ പ്രോഡക്റ്റ് വാങ്ങാൻ പോയാലും ആൾക്കാർ പറയില്ലേ, അതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല. അല്ലല്ല, അത് നമ്മളെ കെയർ ചെയ്യുന്നവര് പറയുന്നതോ അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന അങ്ങനെ പലതും. അല്ലാതെ അതിലൊന്നും ഇറ്റ്സ് ഓൾ കൺവിക്ഷൻ, അതിലൊന്നും കാര്യമില്ല ആക്ച്വലി. സാർ കൊണ്ടുവന്ന പല ആക്ടേഴ്സും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനൂപ് മേനോൻ സാർ ആണെങ്കിലും. അല്ല, അനൂപ് ഞാൻ കൊണ്ടുവന്ന ആക്ടറല്ല, അനൂപ് അതിനു മുമ്പേ ആക്ടറാണ്. ആക്ടിങ് ചെയ്യുന്നുണ്ട്. ഞാനും അനൂപും ഞങ്ങളുടെ ലൈഫിൽ നല്ല സിനിമകളാണ്. ഞാനും അനൂപും പിന്നെ ബാലേട്ടൻ ഞാനും കൂടെ കോമ്പോ, രാജേഷും ഞാനും കൂടെ കോമ്പോ, അങ്ങനെ കുറെ. ഇപ്പൊ ജേട്ടനായിക്കോട്ടെ, ചാക്കോച്ചനായിക്കോട്ടെ, അതുപോലെ കുറെ ആക്ടേഴ്സ് നല്ല അന്ന് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആക്ടേഴ്സ് ആണ്. അതെ. പിന്നെ പാഷൻ, പിന്നെ ഡെഡിക്കേഷൻ, ഇതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല അവരുടെ ഒന്നും. സോ ദാറ്റ്സ് വൈ ദേ ആർ സക്സസ്ഫുൾ. ഇപ്പൊ ഈ സക്സസിൽ നിൽക്കുമ്പോ സാറിന് തോന്നുന്നുണ്ട് അന്ന് സാർ എടുത്ത ഒരു ഈ പറഞ്ഞ ഒരു കൺവിക്ഷൻ, അതുകൊണ്ട് അവര് നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ സാർ എത്രത്തോളം പ്രൗഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു? I feel happy, not proud, happy. Because it's their success, no? Yeah, everybody has that. It's cinema, it's only ഒരു Friday can change your destiny. Yeah, exactly. So Mammootty എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞ one Friday can change. So it is correct. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കീപ്പ് ഓൺ ഡൂയിങ്. ചിലത് വർക്കാവും, ചിലത് വർക്കാവില്ല. അപ്പൊ ആക്ടേഴ്സിനായാലും അത് തന്നെയല്ല, അവർക്ക് എന്തൊരു പ്രഷറാ. ഒരു പടം വർക്കാവും, മറ്റൊരു പടം വർക്കായില്ലെങ്കിൽ their pressure will go up. Because it's all very competitive. ഇപ്പൊ പറഞ്ഞ പോലെ ജയേട്ടൻ എല്ലാ ഡയറക്ടേഴ്സും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള, ചെയ്യാത്ത ഒരു ടൈപ്പിൽ അഭിനയിച്ചു. ഡയറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ബട്ട് ട്രിവാൻഡ്രം ലോഡ്ജും ബ്യൂട്ടിഫുൾ ഉണ്ടല്ലേ. അതെ. ടു ബോഡി ലാംഗ്വേജ്, ടു ഇമോഷൻസ്, ടു പെർഫോമൻസസ്. പക്ഷെ ഈ പറഞ്ഞ പോലെ 3 kings which is completely opposite. So that shows an actor's versatility, അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. മലയാളത്തിൽ അതാ ഞാൻ പറഞ്ഞു. അപ്പൊ വെളിയിലും വർക്ക് ചെയ്യുന്നതല്ലേ. മലയാളത്തിലെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഞാൻ ഇപ്പൊ വെളിയിൽ എത്ര വലിയ ആക്ടേഴ്സിനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ എം സെയിങ് ദാറ്റ് മലയാളത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ആക്ടേഴ്സും അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സംഭവം, അവരുടെ പെർഫോമൻസ് ഒരു വെരി ബ്രില്യൻറ്റ്. പിന്നെ വളരെ ക്ലോസ് വരെ മറാഠിയാണ്. പറഞ്ഞു വന്നത് ജയേട്ടന്റെ കാര്യം. ഇപ്പൊ ജയേട്ടൻ ഈ പറഞ്ഞ പോലെ ഊമയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ചെവി കേൾക്കാൻ പറ്റില്ലാത്ത ആളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വിക്കനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കാല് മോടന്ത്. അപ്പൊ അതെ. പക്ഷെ ഇമോഷണൽ ഡിഫോമിറ്റീസ് നോക്കണം. ആസ് ആൻ ആക്ടർ ഫിസിക്കൽ ഡിഫോമിറ്റീസിനെക്കാളും കൂടുതൽ ഇമോഷണൽ ഡിഫോമിറ്റി. ഇപ്പൊ ബ്യൂട്ടിഫുളിന്റെ ഇമോഷണൽ ട്രിവാൻഡ്രം ഇമോഷണൽ, 3 Kings ഇമോഷണൽ 3. അതെ. മറ്റേ ചെവി കേൾക്കാത്തത് അതെല്ലാം ഫിസിക്കൽ ഡിഫോമിറ്റീസ് ആണ്. ഫിസിക്കൽ ഡിഫോമിറ്റീസ് ആർ എക്സ്റ്റേണൽ. ഇമോഷൻസ് ആണ് കൂടുതൽ ബുദ്ധിമുട്ട് ചെയ്യാൻ. അത് മനോഹരമായിട്ട് ചെയ്യാന്നുള്ളതാണ്. അതെ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ജയേട്ടൻ എന്ന് പറയുമ്പോ സാറിന് എന്താ ഒരു ഏറ്റവും കൂടുതൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി എന്തായിരിക്കും? ഞാൻ പറഞ്ഞ കോമഡിയാ. ആണോ? ലൈക്ക് ഭയങ്കര കോമഡിയാ. അതായത് നമ്മള് ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ തമാശ കേൾക്കുന്നത്. അപ്പൊ ഹി ക്രാക്സ് ജോക്സ് ലൈക്ക് എവരിതിങ്. ഞാൻ ഇപ്പൊ ചില സമയത്ത് ബോർഡിൽ ഞാൻ വിളിച്ചിട്ട് ഞാൻ 2 തമാശ പറ എന്ന് പറയുന്ന അത്ര ഫ്രീ ആയിട്ട്. അപ്പൊ എന്നോട് ഞാൻ വെച്ചു, എടാ നല്ലൊരു തമാശ പറ. അതെ, നിങ്ങൾ നല്ലൊരു ഡയറക്ടർ അല്ലേ. തമാശയാണ്, അത് മനസ്സിലായില്ല. അത് ഊത്ത് ഞാൻ വിചാരിച്ചത് ഉള്ള കോമഡി. അങ്ങനെ കോമഡി പറയും. വിചാരിക്കാത്ത രീതിയിലുള്ള. അപ്പൊ നിങ്ങൾ തമ്മിൽ അത്രയും ഫ്രീ
പിന്നെ അതെല്ലാവരും കേട്ടോ. അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എത്ര 40 days 30 days നമ്മൾ ഒപ്പം വർക്ക് ചെയ്യല്ല, അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തതല്ലേ. സോ യുർ ഓൾ ലൈക്ക് ദാറ്റ്. സാറിന്റെ മൂവീസില് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് പാട്ടുകളാ. എല്ലാ പാട്ടുകളും ഹിറ്റ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മളെ ഈ ട്രിവാൻഡ്രം ലോഡ്ജിലെ കണ്ണിനുള്ളിൽ നീ കൺമണി, അതുപോലെ ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയിക്കോട്ടെ, മഴ നീർത്തുള്ളികള്, അതിലെ തന്നെ മിക്ക സോങ്സും ഹിറ്റ് തന്നെയായിരുന്നു. ഇപ്പൊ മുല്ലവള്ളികളുടെ കേസ് പറയുമ്പോ നമ്മള് താമരനൂല്, അതെ അതെ അതെ, താമരനൂലിലൊക്കെ ഇപ്പോഴും എല്ലാവരുടെയും പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടുകളാ. ഇപ്പൊ മൂവീസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മൂവീസ് ശ്രദ്ധിക്കണേക്കാട്ടും മുന്നേ ഈ പാട്ട് എല്ലാവരിലേക്കും ഭയങ്കര ഹുക്കാവുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോ ഈ പാട്ടുകൾ പറയുമ്പോഴേ ഓ ഇത് ഇന്ന സിനിമയിലെ ആണോ. അതെ 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 അതെ. അപ്പം അതെന്താ വെച്ചാലേ എനിക്ക് ചെറുപ്പം മുതലേ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണല്ലേ. പാടുവോ സാർ? പാടില്ല, പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഐ യൂസ് ടു എൻജോയ് സോങ്സ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പല പ്രാവശ്യവും നമ്മൾ പാട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അങ്ങനെ വന്ന സിനിമയാണ് ഈ മുല്ലവള്ളി. അതായത് ഞങ്ങള് പാട്ടുണ്ടാക്കണം, നല്ല പാട്ടുകൾ ഉണ്ടാക്കണം. ഓപ്ഷന്റെ കൂടെ ഇരുന്നു ഞങ്ങൾ ജാം ചെയ്തിട്ട് അങ്ങനെയൊക്കെ പാട്ടുണ്ടാക്കുക. ലൈക്ക് നോട്ട് കമ്പോസ്. ഒരു ബ്ലൂസ് ഇടാൻ പറയും, ബ്ലൂസിന്റെ ഇതാണ്, അപ്പൊ ബും 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 ബും, അതാണ് ബ്ലൂസ്. അപ്പൊ അതില് ഔസഫിനുള്ളിൽ പോയിട്ട് പാടും, ബ്ലൂസ് ആണ്. അങ്ങനെ പാടില്ല, അങ്ങനെയുള്ള ബ്ലൂസ് ആണ്. ആ ബ്ലൂസിന്റെ സ്റ്റൈലിലാണ് പുള്ളി അത് ചെയ്തത്. അങ്ങനെ ജാം ചെയ്തിട്ടുണ്ടാക്കുമായിരുന്നു പാട്ടുകൾ. ഇപ്പൊ അതില്ല. പഴയ മൂവീസ് എല്ലാം കുത്തിപ്പൊക്കിയിട്ട് ആൾക്കാർ ഇത് ആ സിനിമയുടെ വേറെ കോപ്പി അടിച്ചതാ അങ്ങനെ പറയും. പല സീൻസും അല്ലെങ്കിൽ പലതും എടുത്തിട്ട് ഇത് ആ സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചതല്ലേ, ഈ പാട്ട് ആ സിനിമയിൽ നിന്ന് എടുത്തതല്ലേ. ശരിക്കും ഈ ഒരു സിനിമ കോപ്പി അടിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ എക്സാമിന് വിട്ട് ഒരാളുടെ പേപ്പർ നോക്കി നമ്മൾ കോപ്പി അടിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആണ് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നില്ല. ഒരു മൂവി എടുത്ത് കോപ്പി അടിച്ച് അതുപോലെ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റണ്ടേ. It's not that easy. അതൊന്നും ശരിയല്ല, not right. Maybe some inspirations can happen. Okay. ഇപ്പൊ പല പടങ്ങള് നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന പടങ്ങളാണ്. മറ്റൊരാളെന്ന് പറഞ്ഞ കെ ജി ജോർജിന്റെ പടം ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത പടം. പക്ഷെ അത് കോപ്പി ഒന്നും ആവില്ല. See that we may ഇൻസ്പിറേഷൻ ഉണ്ടാവാം എന്തായാലും. ഇപ്പൊ നമുക്ക് ചില സിനിമകൾ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും അത് എങ്ങനെയെങ്കിലും അത് ഇൻസ്പയർ ചെയ്യാൻ പറ്റുമോ, റീഅഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ കോപ്പി അടി പരിപാടിയൊന്നുമില്ല, അതൊക്കെ റോങ്. അങ്ങനെ പറയൂല നമ്മൾ കൂടുതൽ. Nobody will do that. Why should they do that? അതാണ് കോപ്പി അടിക്കാൻ നിസ്സാരമല്ലല്ലോ ഒരു മൂവി. ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സാർ ഒരു ഡയറക്ടർ ആയിട്ട് ഇപ്പൊ ഞാൻ സംസാരിച്ച സമയത്ത് ഭയങ്കര ഫണ്ണാണ്, നല്ല ചിൽ ആണ്. പക്ഷെ സാറിന് ഇൻസ്റ്റഗ്രാമില് അത്ര സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫേസ്ബുക്കിലും. പക്ഷെ നമ്മള് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലല്ല ഇങ്ങനെ അപ്ഡേറ്റ്. അതെന്താ അറിയോ, ഞാൻ ഒറ്റ പോയിന്റ് ആണ്. കാരണം ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം. I want to be more creative. I want to be. പിന്നെ നമുക്ക് നെഗറ്റിവിറ്റി അല്ല എല്ലാവരുടെയും കേൾക്കുന്നത്. എന്തിനാ നമ്മളിത് ഇൻവൈറ്റ് ചെയ്ത്. പക്ഷെ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത സമയത്ത് നമ്മൾ ജീവിച്ചിട്ടില്ലേ. ആണ് അങ്ങനല്ല, ഇൻസ്റ്റാഗ്രാമിന്റെ ഉള്ളിൽ നമ്മൾ ഈ മൂവീസ് റിലേറ്റ് ചെയ്ത് കുറെ ട്രോളും അങ്ങനത്തെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. നമുക്ക് അടുത്ത പടം ആലോചിക്കുക, അതിലേക്ക് മൂവ് ചെയ്യുക, അതിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനുള്ള ക്രിയേറ്റിവിറ്റി ചെയ്യുക. മറ്റേത് നമ്മുടെ സമയം വേസ്റ്റ് ആവും. ഞാൻ ഉണ്ടായിരുന്നു, ഇല്ലാന്നല്ല. പിന്നെ എനിക്ക് തോന്നി അതിൽ വലിയ കാര്യമില്ല. കാരണം ഒന്നും ഇൻഫർമേറ്റീവ് ആയിട്ടൊന്നും കിട്ടുന്നില്ല. നെഗറ്റീവായിട്ടുള്ള എനർജികളും നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളും വരിക. അപ്പൊ എന്തിനു വെറുതെ തലവേദന. അതൊന്നൊക്കെ പോയി സുഖമായിട്ട് മനസ്സമാധാനത്തോടെ പടം ചെയ്യാൻ, ഫിലിംസ് കാണാം. ഞാൻ ഐ വാച്ച് ഫിലിംസ്, ലോട്ട് ഓഫ് ഫിലിംസ്. സോ പണിയില്ലാത്ത സമയത്ത് ഇരുന്ന് സിനിമ കാണും. ഇപ്പൊ ഇനി നാട്ടിലെ സിനിമ എല്ലാം കാണും. ഇനി വരാൻ പോകുന്ന സാറിന്റെ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് എന്താണ്? നമുക്ക് ഇപ്പൊ ഞാൻ ചെയ്തത് ബാംഗ്ലൂർ ഹൈ എന്ന് പറഞ്ഞൊരു പടമാണ്. അത് അതിന്റെ പേര് മാറ്റി വിജയം എന്നാക്കി. അപ്പൊ അത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു, അതിന് റിലീസിനിരിക്കുകയാണ്. അത് അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഹാപ്പൻഡ് ഡോക്ടർ സി ജെ റോയ് കമ്മിറ്റഡ് സൂയിസൈഡ്. സോ ഹി വാസ് എ പ്രൊഡ്യൂസർ. സോ അത് സംഭവിച്ചതിനോണ്ട് ഇതിപ്പോ കുറച്ച് ഡിലേ ആവും. അവര് വന്നിട്ട് ഫാമിലി വന്നിട്ട് റിവൈവ് ഇറ്റ്. അതിന്റെ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് മൂവീസ്. നമ്മൾ ഇനിയും ഈ പറയുന്ന VKP എന്നൊരു ടാഗ് നീട്ടരുത്. VKP എന്താ പറഞ്ഞു നോക്കിയേ. VKP പി നീട്ടരുതെന്നാണോ? VKP മനസ്സിലായില്ല. ഞാൻ പിന്നെ പറഞ്ഞുതരാം.
ഓക്കെ മനസ്സിലായി. അവ നേട്ടരുത്. ആ ഓക്കെ 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 VKP. ഓക്കെ, ആ ഒരു ടൈറ്റിൽ നിന്ന് നമുക്ക് ഒത്തിരി അധികം പ്രതീക്ഷകളുണ്ട്. ഈ പറഞ്ഞ പോലെ മൂവീസ്, അത്രയും നല്ല മൂവീസ് ആണ് സാർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ആക്ടർ എന്നുള്ള രീതിയിലും വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ യുവർ ഗുഡ് ആൻഡ് വെരി, ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സും മൂവീസും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് മൈ ഷോ. എല്ലാം നന്നായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. അല്ലേ? All our trying, let it happen positive. താങ്ക് യു സർ. Thank you. Yeah.